everyone, welcome back to Sruthis Pharma world. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ആൽക്കലോയിഡ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. Alkaloids are a group of naturally occurring organic compounds which are alkaline in nature. Alkaline characteristics ഉള്ള alkaline natureലുള്ള naturally occurring organic compounds ആണ് alkaloids എന്ന് പറയുന്നത്. It contain one or more nitrogen atoms, normally of heterocyclic nature. Heterocyclic ring സ്ട്രക്ചറിനകത്ത് ഒന്നോ അതിലധികമോ നൈട്രോജൻ ആറ്റംസ് പ്രസന്റ് ആയിരിക്കും. ആൻഡ് ഇതിന്റെ പ്രത്യേകത എന്താണ്? ആൽക്കലോയിഡ്സിന് ഹ്യൂമനിലോ ആനിമൽ ബോഡിയിലോ സ്പെസിഫിക് ഫിസിയോളജിക്കൽ ആക്ഷൻ പ്രോസസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഈ ഒരു ടേം ആൽക്കലോയിഡ്സ് എന്ന് പറയുന്ന ഈ ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് കാൾ F.K. മെയ്സ്നർ ആണ് ഇൻ 1819. ആൽക്കലോയിഡ്സ് എന്നുള്ള ആ ഒരു ടേം ഡിറൈവ് ചെയ്തിട്ടുള്ളത് ആൽക്കലി എന്നുള്ള വേർഡിൽ നിന്നാണ്. ആൽക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽക്കലി അല്ലെങ്കിൽ ബേസ് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഓയിഡ്സ് മീൻസ് ലൈക്ക്. സോ ആൽക്കലി ലൈക്ക് സബ്സ്റ്റൻസസ്, അതിനെയാണ് നമ്മൾ ആൽക്കലോയിഡ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആൽക്കലോയിഡ്സിന്റെ ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബേസിക് ക്യാരക്ടറിസ്റ്റിക് ആണ്. അതിനകത്ത് നൈട്രോജൻസ് പ്രസന്റ് ആയിരിക്കും, ഒന്നോ അല്ലെങ്കിൽ അതിലധികമോ നൈട്രോജൻ ആറ്റംസ് പ്രസന്റ് ആയിരിക്കും. ഹെട്രോസൈക്ലിക് നേച്ചർ ആണ്, അമിനോ ആസിഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്യുന്നത്. ഇത്രയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൽക്കലോയിഡ്സ്. ഇനി നമുക്ക് ആൽക്കലോയിഡ്സിന്റെ ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് ഈ ഒരു സ്ലൈഡിൽ കാണാം. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ ആൽക്കലോയിഡ്സ് പൊതുവെ കളർലെസ് ആണ്, ഓർഡർലെസ് ആണ്, ക്രിസ്റ്റലൈൻ സോളിഡ് നേച്ചറിലാണ് കാണപ്പെടുന്നത്. ചില ആൽക്കലോയിഡ്സ് അമോർഫസ് നേച്ചറിലും കാണാറുണ്ട്. എക്സാമ്പിൾ എമിറ്റീൻ. കളർലെസ് ആണ് ആൽക്കലോയിഡ്സ്, ഓർഡർലെസ് ആണ്, ക്രിസ്റ്റലൈൻ സോളിഡ് നേച്ചറിലാണ് കൂടുതലായും കാണപ്പെടുന്നത്. പക്ഷെ ചില ആൽക്കലോയിഡ്സ് അമോർഫസ് നേച്ചറിലും കാണപ്പെടുന്നുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് എമിറ്റീൻ. വൊളാറ്റൈൽ ലിക്വിഡ് ആയിട്ടുള്ള ആൽക്കലോയിഡിന് എക്സാമ്പിൾ ആണ് നിക്കോട്ടിൻ, കൊണൈൻ മുതലായവ. ആൽക്കലോയിഡ് ആണ്. നോൺ വൊളാറ്റൈൽ ലിക്വിഡ് ആയിട്ടുള്ള ആൽക്കലോയിഡ് ആണ് പൈലോകാർപ്പിൻ. കളേർഡ് ആൽക്കലോയിഡിന് എക്സാമ്പിൾ ആണ് കോൾച്ചിസിൻ. ഞാൻ പറഞ്ഞു ആൽക്കലോയിഡ്സ് പൊതുവെ കളർലെസ് ആണ്, ഓർഡർലെസ് ആണ്. കളേർഡ് ആയിട്ടുള്ള ആൽക്കലോയിഡിന് എക്സാമ്പിൾ ആണ് കോൾച്ചിസിൻ. വൊളാറ്റൈൽ ലിക്വിഡ് നിക്കോട്ടിൻ, കൊണൈൻ. നോൺ വൊളാറ്റൈൽ ലിക്വിഡ് ആണെങ്കിൽ പൈലോകാർപ്പിൻ. ക്രിസ്റ്റലൈൻ സോളിഡ് നേച്ചറിലാണ് കൂടുതലും കാണപ്പെടുന്നത്. അമോർഫസ് ഫോമിൽ കാണപ്പെടുന്ന ഒരു ആൽക്കലോയിഡ് ആണ് ഹെമിറ്റീൻ. ഇനി കെമിക്കൽ പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ ബേസിക് ഇൻ നേച്ചർ ആണ്. ന്യൂട്രൽ ആൽക്കലോയിഡ്സിന് എക്സാമ്പിൾ ആണ് കോൾച്ചിസിൻ. ഞാൻ നേരത്തെ പറഞ്ഞു കളേർഡ് ആൽക്കലോയിഡിന് എക്സാമ്പിൾ ആണ് കോൾച്ചിസിൻ. അപ്പൊ കോൾച്ചിസിൻ എന്ന് പറയുന്നത് ന്യൂട്രൽ ആൽക്കലോയിഡ് കൂടെയാണ്. ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ഫോം ഓഫ് ഒപ്പിയം ആൽക്കലോയിഡ്സിന് എക്സാമ്പിൾ ആണ് പപ്പാവറിൻ. പപ്പാവറിൻ എന്ന് പറയുന്നത് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ഫോം ഓഫ് ആൽക്കലോയിഡ് ആണ്. ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ഒപ്പിയം ആൽക്കലോയിഡ് ആണ് പപ്പാവറിൻ എന്ന് പറയുന്നത്. പപ്പാവറേസിയ ഫാമിലിയിലാണ് ഉൾപ്പെടുന്നത്. പപ്പാവറിൻ, നൊസ്കാപ്പിൻ ഇവയ്ക്കൊന്നും നാർക്കോട്ടിക് എഫക്റ്റ് പോസസ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല. പപ്പാവറിൻ ആൻഡ് നൊസ്കാപ്പിൻ എന്ന് പറയുമ്പോൾ നാർക്കോട്ടിക് എഫക്റ്റ് ഇല്ലാത്ത ആൽക്കലോയിഡ്സ് ആണ് പപ്പാവറിൻ ആൻഡ് നൊസ്കാപ്പിൻ. അപ്പൊ നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കലോയിഡ്സ്. ഇനി നിങ്ങൾക്ക് ഇവിടെ ആൽക്കലോയിഡ്സിന്റെ ഇമ്പോർട്ടന്റ് ഫങ്ഷൻസ് കാണാം. ആൽക്കലോയിഡ്സ് നൈട്രജൻ റിസർവ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് ആൽക്കലോയിഡ്സിന് നൈട്രജൻ സപ്ലൈ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അതുപോലെ ഡിഫെൻസീവ് മെക്കാനിസം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചില പ്ലാന്റ്സിൽ, അതായത് ഡ്രൈ ഏരിയയിലൊക്കെ ഗ്രോ ചെയ്യുന്ന ചില പ്ലാന്റ്സിനെ ആനിമൽസും അല്ലെങ്കിൽ ഹെർബിവോറസ് ഇൻസെക്ട്സ് ഒക്കെ വന്ന് അറ്റാക്ക് ചെയ്യാറുണ്ട്. സോ ഈ ആനിമൽസിന്റെ ഒക്കെ അറ്റാക്കുന്ന ഈ പ്ലാന്റിനെ രക്ഷിക്കുന്നത് അതിനകത്തുള്ള ആൽക്കലോയിഡ്സ് ആണ്. കാരണം ആൽക്കലോയിഡ്സിന് ബിറ്റർ പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും. ചിലപ്പോൾ ആൽക്കലോയിഡ് ടോക്സിസിറ്റി പോസസ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ പ്ലാന്റ്സിന് ഡിഫെൻസീവ് മെക്കാനിസം പ്രൊവൈഡ് ചെയ്യുന്ന ആൽക്കലോയിഡ്സും ഉണ്ട്. ആൽക്കലോയിഡ്സ് പ്ലാന്റ്സിൽ ഡിറ്റോക്സിഫിക്കേഷൻ മെക്കാനിസം നടന്ന് അതിന്റെ എൻഡ് പ്രൊഡക്റ്റ് ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. ഗ്രോത്ത് റെഗുലേറ്ററി ഫാക്ടർ ആയിട്ട് ആൽക്കലോയിഡ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ആൽക്കലോയിഡ്സിന് അങ്ങനെ ഒരു റോള് കൂടെ ഉണ്ട്. അതുപോലെ ആൽക്കലോയിഡ്സ് പ്ലാന്റ് ആസിഡ്സുമായി കോൺജുഗേറ്റ് ചെയ്ത രീതിയിലാണ് കാണപ്പെടുന്നത്. പ്ലാന്റ് ആസിഡ്സ് എന്ന് പറയുമ്പോൾ മെക്കോണിക് ആസിഡ്, സിങ്കോണിക് ആസിഡിലായ പ്ലാന്റ് ആസിഡ്സുമായി കോൺജുഗേറ്റ് ചെയ്ത രീതിയിലാണ് ആൽക്കലോയിഡ്സ് പ്ലാന്റ്സിൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആസിഡ്സിന്റെ, ഈ പ്ലാന്റ് ആസിഡ്സിന്റെ ട്രാൻസ്പോർട്ടേഷന് ആൽക്കലോയിഡ്സ് ഒരു കാരിയർ ആയിട്ട് കൂടെ ആക്ട് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇതൊക്കെയാണ് ആൽക്കലോയിഡ്സിന്റെ ഇമ്പോർട്ടന്റ് ഫങ്ഷൻസ്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ആൽക്കലോയിഡ്സിന്റെ ക്ലാസിഫിക്കേഷനിൽ ഒറിജിന്റെ ബേസിസിൽ ആൽക്കലോയിഡ്സിനെ ഏതൊക്കെ രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, അവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ആ ഒരു രീതിയിലാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒറിജിന്റെ ബേസിസിൽ ആൽക്കലോയിഡ്സിനെ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ട്രൂ ആൽക്കലോയിഡ്സ്, പ്രോട്ടോ ആൽക്കലോയിഡ്സ്, സ്യൂഡോ ആൽക്കലോയിഡ്സ്. പ്രോട്ടോ ആൽക്കലോയിഡ്സിനെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് അമിനോ ആൽക്കലോയിഡ്സ്. ട്രൂ ആൽക്കലോയിഡ്സ് എന്ന് പറയുവാണെങ്കിൽ ഹെട്രോസൈക്ലിക് റിംഗ് സിസ്റ്റത്തിനകത്ത് നൈട്രജൻ ആറ്റം പ്രസന്റ് ആയിരിക്കും. പ്രോട്ടോ ആൽക്കലോയിഡ്സിന്റെ കേസിൽ നൈട്രജൻ ആറ്റംസ് പ്രസന്റ് ആണ്, പക്ഷെ ഒരു ഹെട്രോസൈക്ലിക് റിംഗ് സിസ്റ്റം അവിടെ ഇല്ല. പ്രോട്ടോ ആൽക്കലോയിഡ്സിൽ നൈട്രജൻ ആറ്റംസ് ഉണ്ട്, പക്ഷെ ഹെട്രോസൈക്ലിക് റിംഗ് സിസ്റ്റത്തിനകത്തല്ല ഈ നൈട്രജൻ ആറ്റംസ് ഉള്ളത്. സ്യൂഡോ ആൽക്കലോയിഡ്സ് എന്ന് പറയുകയാണെങ്കിൽ ഹെട്രോസൈക്ലിക് റിംഗ് സിസ്റ്റത്തിനകത്ത് നൈട്രജൻ ആറ്റംസ് പ്രസന്റ് ആണ്. ട്രൂ ആൽക്കലോയിഡ്സ് അമിനോ ആസിഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. പ്രോട്ടോ ആൽക്കലോയിഡ്സും അമിനോ ആസിഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ബയോളജിക്കൽ അമൈൻ ആയിട്ട് ഈ പ്രോട്ടോ ആൽക്കലോയിഡ്സിനെ നമുക്ക് പറയാം. സ്യൂഡോ ആൽക്കലോയിഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമിനോ ആസിഡിൽ നിന്നല്ല ഡിറൈവ് ചെയ്യുന്നത്. പ്രോട്ടോ ആൽക്കലോയിഡ്സും ട്രൂ ആൽക്കലോയിഡ്സും അമിനോ ആസിഡിൽ നിന്നായിരുന്നു ഡിറൈവ് ചെയ്തിരുന്നത്. എന്നാൽ സ്യൂഡോ ആൽക്കലോയിഡ്സ് അമിനോ ആസിഡിൽ നിന്നല്ല ഡിറൈവ് ചെയ്യുന്നത്. They are derived from non-amine precursor. Non-amine precursors നിന്നാണ് സ്യൂഡോ ആൽക്കലോയിഡ്സ് ഡിറൈവ് ചെയ്യുന്നത്. ട്രൂ ആൽക്കലോയിഡിന്റെ എക്സാമ്പിൾ ആണ് ക്വിനിൻ, അട്രോപ്പിൻ, മോർഫിൻ മുതലായവ. ഏതൊക്കെയാണ് ട്രൂ ആൽക്കലോയിഡ്സിന്റെ എക്സാമ്പിൾ? ക്വിനിൻ, അട്രോപ്പിൻ, മോർഫിൻ മുതലായവ. പ്രോട്ടോ ആൽക്കലോയിഡ്സ് എന്ന് പറയുമ്പോൾ എഫിഡ്രിൻ, കോൾച്ചിസിൻ, മെസ്കലിൻ മുതലായവയാണ് പ്രോട്ടോ ആൽക്കലോയിഡ്സ് അല്ലെങ്കിൽ അമിനോ ആൽക്കലോയിഡ്സിന് എക്സാമ്പിൾ. എഫിഡ്രിൻ, കോൾച്ചിസിൻ, മെസ്കലിൻ. എഫിഡ്രിൻ, കോൾച്ചിസിൻ, മെസ്കലിൻ. സ്യൂഡോ ആൽക്കലോയിഡ്സിന് എക്സാമ്പിൾ ആണ് പ്യൂരിൻ ആൽക്കലോയിഡ് ആയിട്ടുള്ള കഫീൻ, സ്റ്റിറോയിഡൽ ആൽക്കലോയിഡ് ആയിട്ടുള്ള സൊലാനിഡിൻ, കൊനസിൻ മുതലായവ. സ്യൂഡോ ആൽക്കലോയിഡ്സിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? കഫീൻ, സൊലാനിഡിൻ, കൊനസിൻ മുതലായ ആൽക്കലോയിഡ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു സ്ലൈഡിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആൽക്കലോയിഡ്സും അതിനുള്ള എക്സാമ്പിൾസും കാണാം. ഇതൊന്ന് വായിച്ചു പഠിച്ചേക്കണം. പൈറോൾ ആൻഡ് പൈറോലിഡിൻ ആൽക്കലോയിഡിന് എക്സാമ്പിൾ ആണ് നിക്കോട്ടിൻ, ഹൈഗ്രിൻ. പിരിഡിൻ ആൻഡ് പൈപ്പെരിഡിൻ ആൽക്കലോയിഡ്സിന് എക്സാമ്പിൾ ആണ് അറിക്കൊലൈൻ, കൊനിൻ, ലൊബീലിൻ, അനാബേസിൻ, ട്രിഗോനെല്ലിൻ മുതലായവ. ക്വിനോലിൻ ആൽക്കലോയിഡ്സിന് എക്സാമ്പിൾ ആണ് ക്വിനിൻ, ക്വിനിഡിൻ, സിങ്കോണിൻ, സിങ്കോണിഡിൻ, കുപ്രീൻ മുതലായവ. ട്രൊപ്പെയിൻ ആൽക്കലോയിഡ്സിന് എക്സാമ്പിൾ ആണ് അട്രോപ്പിൻ, കൊക്കെയിൻ, ഹയോസിൻ, ഹയോസൈമിൻ മുതലായവ. ഐസോക്വിനോലിൻ ആൽക്കലോയിഡ്സിന് എക്സാമ്പിൾ ആണ് ഡി ട്യൂബോകുറാറിൻ, ബെറിബെറിൻ, നാർക്കോട്ടിൻ, പപ്പാവറിൻ, നോസ്കാപ്പിൻ, എമിറ്റിൻ മുതലായവ. ഫിനാന്ത്രിൻ ആൽക്കലോയിഡ്സിന് എക്സാമ്പിൾ ആണ് മോർഫിൻ, കൊഡെയിൻ, ഹൈഡ്രസ്റ്റിൻ മുതലായവ. പ്യൂരിൻ ആൽക്കലോയിഡ്സിന് എക്സാമ്പിൾ ആണ് തിയോഫിലിൻ, തിയോബ്രോമിൻ, കഫീൻ മുതലായവ. പ്യൂരിൻ ആൽക്കലോയിഡ്സ് പിരിമിഡിൻ, ഇമിഡസോൾ റിംഗ് ആണ്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? തിയോഫിലിൻ, തിയോബ്രോമിൻ, കഫീൻ മുതലായ. ഇമിഡസോൾ ആൽക്കലോയിഡ്സിന് എക്സാമ്പിൾ ആണ് പൈലോകാർപ്പിൻ, ഐസോപൈലോകാർപ്പിൻ, പിലോസിൻ മുതലായ ആൽക്കലോയിഡ്സ്. ഇൻഡോൾ ആൽക്കലോയിഡ്സിന് എക്സാമ്പിൾ ആണ് എർഗോമെട്രിൻ, എർഗോട്ടമൈൻ, റിസർപ്പിൻ, ഫൈസോസ്റ്റിഗ്മിൻ, സ്ട്രിച്നിൻ, ബ്രൂസിൻ, വിൻക്രിസ്റ്റിൻ, വിൻബ്ലാസ്റ്റിൻ മുതലായ ആൽക്കലോയിഡ്സ്. പൈറോലിസിഡിൻ ആൽക്കലോയിഡ്സിന്റെ എക്സാമ്പിൾ ആണ് സിംഫിറ്റിൻ, സിനേസിംഫിലിൻ. ടെർപിനോയിഡ് ആൽക്കലോയിഡിന് എക്സാമ്പിൾ ആണ് എക്കോണിറ്റിൻ. ആൽക്കൈലമൈൻ ആൽക്കലോയിഡിന് എക്സാമ്പിൾ ആണ് എഫിഡ്രിൻ, സ്യൂഡോ എഫിഡ്രിൻ, കോൾച്ചിസിൻ. ഗ്ലൈക്കോ ആൽക്കലോയിഡിന് എക്സാമ്പിൾ ആണ് സൊലാനം. ക്വിനസോലിൻ ആൽക്കലോയിഡിന് എക്സാമ്പിൾ ആണ് വസാക്ക. ഡൈറ്റർപീൻ ആൽക്കലോയിഡിന് എക്സാമ്പിൾ ആണ് എക്കോണിറ്റിൻ, എക്കോണിൻ. സ്റ്റിറോയിഡൽ ആൽക്കലോയിഡിന് എക്സാമ്പിൾ ആണ് പ്രോട്ടോവെറാട്രിൻ, കൊനസിൻ, സൊലാനിഡിൻ മുതലായവ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആൽക്കലോയിഡ്സിന്റെ ഇമ്പോർട്ടന്റ് പ്രസിപ്പിറ്റേഷൻ ടെസ്റ്റുകളെ കുറിച്ചാണ്. ഡ്രാഗൺ റോസ് ടെസ്റ്റ്. പൊട്ടാസ്യം ബിസ്മത്ത് അയോഡൈഡ് ആണ് ഡ്രാഗൺ റോസ് റിയേജന്റ്. റെഡിഷ് ബ്രൗൺ കളർ ആണ് ഫോം ചെയ്യുന്നത്. മേയേഴ്സ് ടെസ്റ്റ്. മേയേഴ്സ് റിയേജന്റ് പൊട്ടാസ്യം മെർക്കുറിക് അയോഡൈഡ് ക്രീം കളർ ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. വാഗ്നേഴ്സ് റിയേജന്റ് അയഡിൻ ഇൻ പൊട്ടാസ്യം അയോഡൈഡ് റെഡിഷ് ബ്രൗൺ കളർ ആണ് ഫോം ചെയ്യുന്നത്. ഹേഗേഴ്സ് റിയേജന്റ് പിക്രിക് ആസിഡ് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും ഫോം ചെയ്യുക. ആൽക്കലോയിഡ്സിന്റെ പ്രസിപ്പിറ്റേഷൻ ടെസ്റ്റുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഡ്രാഗൺ റോസ് ടെസ്റ്റ്, മേയേഴ്സ് ടെസ്റ്റ്, വാഗ്നേഴ്സ് ടെസ്റ്റ്, ഹേഗേഴ്സ് ടെസ്റ്റ്.
അപ്പോൾ ഡ്രാഗൺ റോസ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ പൊട്ടാസ്യം ബിസ്മത്ത് അയഡൈഡ് ആണ് റിയേജന്റ്. മേയേഴ്സ് ടെസ്റ്റില് പൊട്ടാസ്യം മെർക്കുറിക് അയഡൈഡ് ആണ്. വാഗ്നേഴ്സ് റിയേജന്റ് എന്ന് പറയുമ്പോൾ അയഡിൻ ഇൻ പൊട്ടാസ്യം അയഡൈഡ്. ഹേഗേഴ്സ് റിയേജന്റ് ആണെങ്കിലോ പിക്രിക് ആസിഡ്. ഡ്രാഗൺ റോസ് ടെസ്റ്റ് റെഡിഷ് ബ്രൗൺ കളർ ആണ് ഫോം ചെയ്യുന്നത്. മേയേഴ്സ് ടെസ്റ്റ് ക്രീം കളർ ആണ് ഫോം ചെയ്യുന്നത്. വാഗ്നേഴ്സ് റിയേജന്റ് എന്ന് പറയുമ്പോൾ റെഡിഷ് ബ്രൗൺ കളർ ആണ് ഫോം ചെയ്യുക. ഹേഗേഴ്സ് റിയേജന്റ് പിക്രിക് ആസിഡ് ആണ്, യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണ് ഫോം ചെയ്യുക. ഇനി ടാനിക് ആസിഡ് ആണെങ്കിൽ ബഫ് കളേർഡ് പ്രസിപ്പിറ്റേറ്റും പിക്രോലോണിക് ആസിഡ് ടെസ്റ്റ് ആണെങ്കിൽ യെല്ലോ കളേർഡ് പ്രസിപ്പിറ്റേറ്റും ആയിരിക്കും ഉണ്ടാവുന്നത്. ഇനി നമുക്ക് കുറച്ച് സ്പെസിഫിക് ടെസ്റ്റും അത് ഏതൊക്കെ ആൽക്കലോയിഡ്സിന് വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റുകൾ ചെയ്യുന്നത് എന്ന് നോക്കാം. വിറ്റാലി മോറിൻസ് ടെസ്റ്റ് ആൽക്കലോയിഡ്സിന്റെ ടെസ്റ്റ് ആണ്. പ്രൊപ്പൈൻ ആൽക്കലോയിഡ്സിന് വേണ്ടിയിട്ടാണ് വിറ്റാലി മോറിൻസ് ടെസ്റ്റ് ചെയ്യുന്നത്. വാനുക്സ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എർഗോട്ട് ആൽക്കലോയിഡ്സിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇൻഡോൾ റിംഗ് പ്രസന്റ് ആയിട്ടുള്ള എർഗോട്ട് ആൽക്കലോയിഡ്സിന്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ആണ് വാൻ ഉക്സ് ടെസ്റ്റ്. സ്പെസിഫിക് ടെസ്റ്റ് ആണ് കേട്ടോ. ടാലോക്വിൻ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ക്വിനീൻ ആൽക്കലോയിഡ്സിന് വേണ്ടി ചെയ്യുന്ന ടെസ്റ്റ് ആണ്. സിങ്കോണയിലാണ് ക്വിനീൻ പ്രസന്റ് ആയിരിക്കുന്നത്. ടാലോക്വിൻ ടെസ്റ്റ് ക്വിനീൻ ആൽക്കലോയിഡ്സ്. മ്യൂറക്സൈഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ പ്യൂരിൻ ഡെറിവേറ്റീവ്സിന് വേണ്ടി ചെയ്യുന്ന ടെസ്റ്റ് ആണ്. പ്യൂരിൻ ഡെറിവേറ്റീവിന്റെ എക്സാമ്പിൾ ആണ് കഫീൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പ്രസിപ്പിറ്റേഷൻ ടെസ്റ്റ് പഠിച്ചു. ഇപ്പൊ പഠിച്ചത് സ്പെസിഫിക് ടെസ്റ്റുകളായിരുന്നു. വിറ്റാലി മോറിൻസ് ടെസ്റ്റ്, വാനുക്സ് ടെസ്റ്റ്, ടാലോക്വിൻ ടെസ്റ്റ്, മ്യൂറക്സൈഡ് ടെസ്റ്റ്. വിറ്റാലി മോറിൻസ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ പ്രൊപ്പൈൻ ആൽക്കലോയിഡ്സ്. വാനുക്സ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എർഗോട്ട് ആൽക്കലോയിഡ്സ്. ടാലോക്വിൻ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ക്വിനീൻ ആൽക്കലോയിഡ്സ്. മ്യൂറക്സൈഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ പ്യൂരിൻ ഡെറിവേറ്റീവ്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആൽക്കലോയിഡ്സിനെ കുറിച്ചാണ് പഠിച്ചിട്ടുള്ളത്. എന്താണ് ആൽക്കലോയിഡ്സ്, ആൽക്കലോയിഡ്സിന്റെ ഡെഫിനിഷൻ, എവിടെ നിന്നാണ് ആൽക്കലോയിഡ്സിന് ആ ഒരു പേര് ലഭിച്ചിട്ടുള്ളത്, ആൽക്കലോയിഡ്സിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയായിരുന്നു, ആൽക്കലോയിഡ്സിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്, ടൈപ്സ് ഓഫ് ആൽക്കലോയിഡ്സ്, ക്ലാസിഫിക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സ്പെസിഫിക് ടെസ്റ്റും അതുപോലെ തന്നെ പ്രസിപ്പിറ്റേഷൻ ടെസ്റ്റുകളെ കുറിച്ചും നമ്മൾ പഠിച്ചു. ഈ ഒരു ടോപ്പിക് ഇമ്പോർട്ടന്റ് ആണ്, കുറച്ച് ശ്രദ്ധ കൊടുത്ത് പഠിക്കുക.